ഓക്കെ ബിജേഷ്, നല്ലൊരു കയ്യടി ആവട്ടെ ബിജേഷിന് ഗംഭീരമായിട്ട്. എല്ലാവർക്കും നമസ്കാരം. സാധാരണ സ്റ്റേജിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റിയോ ചോളാപ്പരിക്കാരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥാപാത്രമൊക്കെ ആയിട്ടാണ് സ്റ്റേജിലേക്ക് വരാറ്. ഇന്ന് ഇവിടെ കാണിക്കാൻ പോണത് ഒരു സ്പോട്ട് ഡബിങ് ആണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വന്നത്. ഇങ്ങനെ ടിപ്പിലൊന്നും വരലില്ല. ഏതായാലും ഇങ്ങനെ ഒരു എക്സ് പ്രവാസി കൂട്ടായ്മയുടെ പരിപാടിയിൽ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിലും ഇങ്ങോട്ട് ക്ഷണിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള സമ്മത് മലപ്പുറം ഒരുപാട് പാട്ടുകളൊക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന് എന്താ പറയുക ഒരുപാട് നന്ദി പറയുകയാണ്. അതിനോടൊപ്പം ഇതിൻ്റെ ഓരോ കമ്മിറ്റി ഭാരവാഹികൾക്കും നന്ദി പറയാണ്. അപ്പോൾ സ്പോട്ട് ഡബിംഗ് ആണ് കാണിക്കാൻ പോണത്. ഓക്കെ, വ്യത്യസ്തമായ ഒരു സ്പോട്ട് ഡബിംഗ് ആണ്. പക്ഷേ സാധാരണ ഇതിലിപ്പം ബിജേഷ് പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് വേദികളിലൊക്കെ വന്നിട്ടുണ്ട്. വ്യത്യസ്തനായ, അതായത് ഓഡിയൻസിൽ നിന്നും വന്നുകൊണ്ട് മിമിക്രി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ UK പര്യടനം കഴിഞ്ഞ് വന്നു. അതൊക്കെ ഇവിടെ പറയണോ? പിന്നെ അതെന്താ നമ്മൾ പറയണ്ടേ? ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. അതായത് ലണ്ടന്, മറ്റേ ലിവർപൂൾ, മാഞ്ചസ്റ്റർ പോലുള്ള സകല സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇത്തിരി പരിപാടികളൊക്കെ ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്തി. ഏതായാലും ഒരുപാട് സന്തോഷം. അതിനൊക്കെ ഒപ്പം എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയ രണ്ട് സ്വപ്നങ്ങൾ കലാജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഒന്ന്, ആദ്യത്തെ ഷെരീഫ് ഖാൻ്റെ കൂടെ ഒരു പരിപാടി പങ്കിടുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പരിപാടി ചെയ്യാൻ പറ്റി. അതുപോലെ ലക്ഷദ്വീപ് നാടുകളിലൊക്കെ പോകാൻ പറ്റി. അതുപോലെ തന്നെ രണ്ടാമത്തെ നാദിഷിഖിൻ്റെ കൂടെ ഒരു പരിപാടി. അപ്പോൾ നാദിഷിഖിൻ്റെ കൂടെ ഇപ്പോൾ സജീവമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡബിങ്ങിലേക്കാണ് പോണത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഇവിടെ വരാറുണ്ടല്ലോ, പല സ്ഥലത്തും വന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് 1-2 വ്യത്യസ്തമായ സൗണ്ടുകൾ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് സ്പോട്ട് ഡബിങ്ങിലേക്ക് നമുക്ക് പോവാം. അതെ, മിമിക്രി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ മിമിക്രി തന്നെ. അല്ല അതല്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു മിമിക്രി ആവല്ലേ, തുടങ്ങട്ടെ. ഒരു കയ്യട്ടി വന്നു കഴിഞ്ഞാൽ എല്ലാം തുടങ്ങാച്ചിട്ടൊന്നുമില്ല. അതായത് സാധാരണ ഏറ്റവും കൂടുതൽ എനിക്ക് കയ്യടി കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ തമ്പോലൻ്റെ ഒക്കെ മ്യൂസിക്. ഈ ശിങ്കാരി മേളം തമ്പോലൊക്കെ ഇല്ലേ, വലിയ ചെണ്ടല്ലേ അടിക്കണേ. അപ്പോൾ ആ ചെണ്ടൻ്റെ മ്യൂസിക് എടുത്തിട്ടാണ് എനിക്ക് ഭയങ്കര കയ്യടി കിട്ടല്. അപ്പോൾ ആ തമ്പോലൻ്റെ മ്യൂസിക്കാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഒരു താളത്തിലാണ് അടിക്കുക. ആ താളത്തിൽ കയ്യടി, താളത്തിൽ കയ്യടിക്കണം. പോവാ. ഓക്കെ, അതുപോലെ ഇനി ഇതുപോലെ തന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് അത്യാവശ്യമാണ് ജനറേറ്റർ. നമ്മൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ സ്വിപ്പായി പോകും. നമ്മൾ കയറിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റാർട്ട് ആക്കണം. അപ്പൊ ആ ജനറേറ്ററിന്റെ സൗണ്ടാണ് എടുക്കാൻ പോണത്. അതെങ്ങനെ അറിയാം? കൈയടിക്കണ്ട, സ്റ്റാർട്ട് ആയിട്ടില്ല. സ്റ്റാർട്ടായാല് കൈയടിച്ചോളി, കൊല്ലിയിൽ വെള്ളം കയറ്റ ബേജാറോണ്ട് കിട്ടാത്ത സ്റ്റാർട്ടായി ഉറക്കടിച്ചോളി. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓടിക്കൊണ്ട് നിൽക്കുമ്പോൾ എയർ കുടിക്കേണ്ടത് ഓഫ് ആവുമ്പോൾ ശബ്ദം മാറും. എങ്ങനെ അറിയാം? അതെങ്ങനെയാ? ഇങ്ങനെ ആവും. ഒറ്റ മിനിറ്റ് കൈയടിച്ചോളി, ഉറക്കടിച്ചോളി. അപ്പോഴും ഇൻട്രസ്റ്റ് കിട്ടുക. അതുപോലെ തന്നെ നമ്മള് സർക്കസിനൊക്കെ പോയി കഴിഞ്ഞാൽ മലപ്പുറത്തൊക്കെ ഉണ്ടാവില്ല, കോട്ടക്കുന്നിന് പോലെ ഈ മരണക്കിണർ. നമ്മള് ബൈക്കായിട്ട് ഇങ്ങനെ സർക്കസ് കളിക്കുന്ന ആൾക്കാർ. അപ്പൊ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഐറ്റമാണ് മരണക്കിണർ. യുവാക്കൾ പ്രത്യേകിച്ച് ഫാമിലിയോടൊപ്പം വന്നിട്ട് മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുന്നത്. മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോഴുള്ള ശബ്ദമാണ് കളിക്കാൻ പോണത്. ഇത്തിരി ഡിലേറ്റോളി, കൈയടിച്ചോളിട്ടോ. ഉണ്ടാവും. അടിപൊളി, അടിപൊളി. യെസ്, അടിപൊളി. ഓക്കെ, ഇനി ഏതാ നമുക്ക് സ്പോട്ട് ഡബിങ്ങിലേക്ക് കിടക്കണം. അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. നമ്മള് കുട്ടികളൊക്കെ സ്കൂളിൽ പോണ സമയത്ത് നമ്മൾ ഈ വാട്ടർ ബോട്ടിലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. ആ വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോ ചെറിയ ഒരു ശബ്ദം. എല്ലാം വെറൈറ്റി ആണ്. ശ്രദ്ധിക്കുക, ഫ്ലാസ്ക്, വാട്ടർ ബോട്ടിലൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം പൊങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ വ്യത്യാസം. യെസ്, ഒഴിച്ചോ. അടിപൊളി. ഓക്കെ, ഞാനൊന്ന് മുടി വെട്ടി എല്ലാരും വെട്ടുന്നല്ലേ, ഞാനും മുടി വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ല, ബാർബർ ഷോപ്പിൽ കുറച്ചു നേരം നിന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. മുടി വെട്ടുന്ന സൗണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. അതൊക്കെ അറിയാം. എന്റേതാ
കഴിഞ്ഞില്ല. ഐ, ഐ. അടിപൊളി. പക്ഷേ ഇപ്പൊ മുടി വെട്ടല് കുറവാ. ഇപ്പൊ മെഷീൻ വെക്കല, ട്രിമ്മർ. അതുകൊണ്ടാ? അതെങ്ങനെ? അയ്യോ, അതെങ്ങനെ? ആഹാ, മതി മതി മതി. അടിപൊളി. അടിപൊളി അടിപൊളി. വിജേഷ് ഒന്നും പറയാനില്ല. അടിപൊളി. അപ്പൊ ഇത് നമുക്ക് ഇനിയുണ്ടാ? ഞാൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അരമണിക്കൂർ എടുക്കും. ഓക്കെ, എന്നാ ഒരു കാര്യം ചെയ്യാം. പ്രാവുകള്, ആൺപ്രാവ് പെൺപ്രാവ്, കിളികൾ പലതരത്തിലുണ്ട്. എന്റെ വീട്ടിൽ പണ്ട് പ്രാവ് ഉണ്ടായിരുന്നു. അന്ന് കണ്ടുപിടിച്ച ഐറ്റംസ് ആണ്. അതായത് ആൺപ്രാവിന്റെ ശബ്ദം പെൺപ്രാവിന്റെ ശബ്ദം രണ്ട് രീതിയിലാണ്. ആദ്യം ആൺപ്രാവിന്റെ കാണിച്ചു തരാം. ആൺപ്രാവ് ഇങ്ങനെ ആയിരിക്കും. തൊട്ടടുത്ത് പെൺപ്രാവ് വന്നിരിക്കാൻ എങ്ങനെ അറിയാം? ഓ, ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോ സ്പോട്ട് ഡബിങ്ങിലേക്ക് കിടക്കാം. ഡബിങ്ങിന്റെ പ്രത്യേകത എന്താ? അത് പറ. ഇത് പറഞ്ഞ് നമുക്ക് ഓഡിയൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതായത് എന്താ വെച്ചാല്, സാധാരണ സ്പോട്ട് ഡബിങ് പറയുമ്പോ ഈ സിനിമാ നടന്മാരൊക്കെ എടുക്കുന്ന ഡബിങ് അല്ലേ? ലീഗ് വരാൻ എടുക്കണ്ടല്ലോ, പോണ്ടല്ലോ, വേണ്ട. അപ്പൊ ഈ സാധാരണ നമ്മള് ഈ ഓരോന്ന് എടുക്കാറ്റേക്ക് ഒരു അടങ്ങേറ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അതാണ്. അപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എടുക്കാഞ്ഞാല് ഒരു പൊറുതിയാടാണ്. അപ്പോൾ എന്താ വെച്ചാൽ നടന്മാരെ സൗണ്ടൊക്കെയാണ് സാധാരണ എടുക്കല്. ഇന്ന് ഞാൻ എടുക്കാൻ പോണെന്ന് വെച്ചാൽ അമേരിക്കയിലൊരു ഡയറക്ടറിന്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് അയാൾ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ട് പോകല്ലേ ഹൗ ആർ യു പരിചയപ്പെട്ട് ലാസ്റ്റ് അയാൾ പറയണേ 91 ഒരുപാട് സിനിമ ഇറക്കിയ ആളോട് ചങ്ങായി ഞാന് അതൊക്കെ ഇപ്പൊ പെട്ടി കിടക്കണ്. അജി മലപ്പുറത്തല്ലേ, എന്റെ സ്റ്റൈലിൽ ചെന്ന് ഇറക്കി വിടത്. ആൾക്കാർ ഇപ്പത്തെ ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഡബിങ് വോയിസ് ഒക്കെ ഞാൻ കൊടുത്തോളാം. ഈ എഫക്റ്റ് പരിപാടി ഒന്നും എന്നെ കൊണ്ട് നടക്കൂല, അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ മൂപ്പര് പറയാ ജി മിമിക്രിന്റെ ആളല്ലോടോ, ജനോട് എടുത്താൽ മതി എന്ന്. അപ്പോ അതിന്റെ എഫക്റ്റും ഡയലോഗും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെ ഈ വേദിയിൽ വെച്ചിട്ട് എടുക്കാൻ പോവാണ്. LED വാളിൽ പിന്നെ അവിടെ ഉള്ളവർക്ക് കണ്ടില്ലാന്ന് വരും, കണ്ടില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. കാണാത്ത അപ്പൊ ഇന്ന് അടുത്തടുത്ത് ഉത്തരനോളി ഇടുന്നതിന് മുന്നേ രസം വെള്ളം കട്ടിയണേ, കൊല്ലിയിലെ വെള്ളം പറ്റിപ്പോയിന്. എന്താ അറിയില്ല, രസം മതി. എന്താ പറയുക, മയൻ്റെ സൗണ്ട് ഉണ്ടാവും, പിന്നെ അതേമാതിരി കടൽ വരും, വണ്ടി പോകും, ഇതൊക്കെ ഉണ്ടാവും. ഇനി കൈയടിക്കാൻ പറയില്ല. അത് കാണുമ്പോൾ അതേമാതിരി തോന്നുകയാണെങ്കിൽ അപ്പം കൊണ്ട് അടിച്ച് പൊളിച്ചാളിൻ്റെ കൈ. അതിൻ്റെ പൈസ ഞാൻ കൊടുത്തുകൊണ്ട് എന്നാലും വേണ്ടില്ല. പ്ലേട്ടോ. The trailer has no story. Are you just for fun? സ്പോട്ട് ഡബിങ് തുടങ്ങാൻ പോവുകയാണ്. ഇടയ്ക്ക് കൈയടിച്ചോളി. പിടിക്കേണ്ട വളരെ വണ്ടി പിടിച്ചോ, EMI അടിച്ച് തീരാത്ത വണ്ടിയാണ്, അതിന്റെ പേപ്പറൊക്കെ തരില്ല പഠിച്ചോരെ. എത്താപ്പാ വെള്ളത്തിക്കണേ, എവിടേക്കാണ് ഈ മീൻ കടിക്കണേ? ഇക്കിളിയാക്കല്ലേ മീനെ. ഏട്ടാ 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 വിലാസിനി ഇജെന്താ ഇവിടെ? ഇന്ന മലന്റെ അപ്പുറത്തൊക്കെ കല്യാണം കഴിച്ചേ. എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നീച്ച പൈക്കോളെ അവിടുന്ന്. ഞാൻ വന്നില്ല, നിങ്ങൾ അടിയന്തരം വരെ കഴിഞ്ഞെന്ന്. എവിടെ കുറച്ച് മീൻ വാങ്ങാൻ പോകണേ, ആ കുതിരനെ കാണാനില്ലല്ലോ. കരയുതിര കരയുതിര
നമ്മളെ ടൂർ ഓടുന്നുള്ള ഓർമ്മ എല്ലാവർക്കും വേണം. എനിക്ക് വരാൻ പറ്റും തോന്നണില്ല കാക്കേ. എല്ലാ നാട്ടിലും അതേമാതിരി ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ നെഗറ്റീവ് അടിക്കണേറ്റുകൾ. ഞങ്ങളെല്ലാവരും കൂടി ടൂറ് പോകുന്നുണ്ട് കാട് കാണാൻ. ഇജ് പോരുണ്ടോ? എൻ്റെ അടുത്ത് തൊഴിലുറപ്പിൻ്റെ ലേശം പൈസയേ ഉള്ളൂ, പിന്നെ ഇസാഫിൻ്റെ അടവ് കുറിൻ്റെ പൈസ കൊടുക്കാനും ഉണ്ട്. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എന്താ കാട്ടാന്നൊരു പിടുത്തം കിട്ടണില്ല. ഗൂഗിൾ പേയിലാണെങ്കിൽ 5 പൈസ നിൽക്കണമില്ല. എത്താ കാട്ടപ്പ ഇജ് ഉണ്ടെങ്കിൽ റങ്കൈനി. ഇങ്ങോട്ട് വാവളെ 2 സ്റ്റെപ്പ് ഇട്ടിട്ട് പോകാന്ന്. ഇന്ന് ഇവിടെ തകർപ്പൽ പരിപാടിയല്ലേ, ഡാൻസ് കളിക്കാന്ന്. എന്നെ നിര്യാണി കൂട്ടിയടിച്ച്. ജാഫർ അല്ലടി ദിനോസർ. അങ്ങോട്ട് കാറാട ചങ്ങായി, അങ്ങോട്ട് കേറി നിൽക്കണം. ബാപ്പുട്ടിനെ അമ്മോട്ടൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഈ നട്ടപ്പാർക്ക് എവിടെ തരാനാ വിമാനം? ആ ഗൂഗിൾ മാപ്പിലെ പെണ്ണ് വല്ലാത്ത പണിയാണ് കാണിച്ച്. ആ കണ്ണൂർ ഷരീഫിൻ്റെ പരിപാടി കാണാൻ പോകാൻ നിൽക്കണ നേരത്താണ് വിമാനം കൊണ്ടുപോയി കെട്ടിമറിച്ചിട്ടുണ്ട്. ഇത് ചീരാ പിടിച്ച് ആകെ വലക്കമ്പലാവുപ്പത്. കൗത്തിൽ പാവടെടുത്ത് ജന്തു. നിങ്ങളെവിടെ പോയി കിടക്കുന്നത്? ഈ പെരയെ കിടന്നിട്ട് ഉറക്കിട്ടില്ല. അലാക്കിന് കിളിയും പരാതൊക്കെ വന്നിട്ട് ഇടങ്ങാറാക്കാന്ന്. ഉറങ്ങാൻ കഴിയണില്ലാന്ന്. ഞാനും 2 ദിവസം അവിടെ ഉറങ്ങിയിട്ട് പോകുക. എന്നാല് നിങ്ങൾ ഞങ്ങട്ട് അങ്ങോട്ടന്നെ പോണേ. ആ കുണ്ടന്മാരവിടെ കാട്ടിൽ പാടക്കാൻ പൊട്ടിക്കണ്ട, അവിടെ പോയി കൊടുക്കാതെ നിൽക്കണ്ട. കാക്കേ പേടിക്കണ്ട, ഞാനാ. നിങ്ങൾ പോരെ. കാട്ടിലോല് കാട്ടിൽ നോട്ടോ. നാട്ടിലോല് വെറുതെ കാട്ടിൽ കയറിങ്ങാണ്ട് കാട്ടിലോല് ഇടങ്ങാറാക്കണ്ട. നമ്മൾ വല്ല നാട് പിടിക്കുക. ആ പങ്ങന്റെ തല തട്ടല്ല, കൂന്ന് പോരി.
ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടൊരു കൈയടി ആവട്ടെ, ഇഷ്ടപ്പെട്ടൊരു കൈയടി ഗംഭീരമായിട്ട്. ഓക്കെ വിജേഷ്, ഒന്നും പറയാനില്ല, സൂപ്പർ. ഓക്കെ, അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലുള്ള വേദികൾ വീണ്ടും ഉണ്ടാവട്ടെ. എക്സ് പ്രവാസി കൂട്ടായ്മയ്ക്ക് എന്താ പറയുക, ഒരു ഹൃദയത്തിൽ ചലിച്ച നന്ദിയും സ്നേഹവും പ്രവാസികൾക്ക് അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി. മലപ്പുറത്തായതുകൊണ്ട് തന്നെ ഏതായാലും 10 പേരിൽ നോക്കുമ്പോൾ ഒരാളെങ്കിലും എൻ്റെ പരിപാടി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയതെന്ത് ചെയ്യാം എന്നൊരു ആലോചന ഉണ്ടാക്കിയ മിമിക്രിയാണ്. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ഏതെങ്കിലും ചെയിൻ സോങ്ങിനോ അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ കോറസ് പാടാം. ഞാൻ ഇഞ്ഞും വരും. പോണേൻ്റെ മുന്നേ 1 മിനിറ്റ് അടിച്ചോളി. ഓക്കെ, താങ്ക് യു.